എന്റെ പ്രിയ മകനെ, മകളെ, ഇന്ന് ഞാൻ എന്റെ കരങ്ങൾ നിനക്കായി മീറ്റുന്നു. ക്ഷമയുടെയും വീണ്ടെടുപ്പിന്റെയും കരങ്ങൾ. എളിമയോടും പശ്ചാത്താപത്തോടും കൂടി നീ എന്റെ അടുക്കലേക്ക് മടങ്ങിവരുന്നതും കാത്ത് ഞാൻ നിൽക്കുകയാണ്. എന്റെ അടുത്തേക്ക് വരാൻ ഭയപ്പെടേണ്ട, കാരണം നീ ചെയ്ത തെറ്റുകൾക്കും അപ്പുറമാണ് എന്റെ സ്നേഹം. ഇന്ന് എന്നിൽ വീണ്ടും ആശ്രയിക്കാൻ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. എപ്പോഴും എന്റെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുക. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മുൻപോട്ടു നടക്കുക. രാവും പകലും എന്നെ അന്വേഷിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നിനക്കുവേണ്ടിയെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം. നിന്റെ ജീവിതം നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറഞ്ഞു കവിയും. എന്റെ സ്നേഹവും വിശ്വസ്തതയും അത്ഭുതകരമായ വഴികളിലൂടെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നീ കാണും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക. നിന്റെ ജീവിതം മാറുന്നത് നീ കാണും. നിന്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ആത്മാവിന്റെ നിലവിളികൾ ഞാൻ കേൾക്കുന്നു. നിനക്ക് ആശ്വാസം നൽകാൻ എന്നെ അനുവദിക്കുക. നീ നേരിടുന്ന ഓരോ വെല്ലുവിളിയും സങ്കടങ്ങളും നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എനിക്ക് നന്നായി അറിയാം. നിന്റെ തോളിലിരിക്കുന്ന ഭാരവും സമ്മർദ്ദവും ഞാൻ കാണുന്നു. എന്റെ പ്രിയ കുഞ്ഞേ, നീ ഒരിക്കലും എന്റെ കണ്ണുകൾക്ക് മറവിലല്ല. നീ കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലാകും. നീ ഒഴുക്കിയ ഓരോ കണ്ണുനീർ തുള്ളിയും അനുഭവിച്ച ഓരോ വേദനയും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇരുണ്ട സമയങ്ങളിൽ ഒറ്റയ്ക്ക് നേരിടാൻ ഞാൻ നിന്നെ വിട്ടിട്ടില്ല. എന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഞാൻ എപ്പോഴും നിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. നിന്നിൽ നിന്ന് അകന്നുപോയ ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. എന്റെ സ്നേഹം മിഥ്യവും ഉപാധികളില്ലാത്തതുമാണ്. ഇപ്പോൾ നീ തളർന്നുപോയെന്നോ ഒറ്റപ്പെട്ടെന്നോ തോന്നുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. കൊടും ഇരുളിൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. എന്റെ മുൻപിൽ നിന്റെ ഹൃദയം തുറക്കാൻ ഭയപ്പെടേണ്ട. നിന്റെ വിജയങ്ങളും നേട്ടങ്ങളും എനിക്കറിയാം. അതുപോലെ തന്നെ നിന്റെ ബലഹീനതകളും കുറവുകളും എനിക്ക് നന്നായി അറിയാം. പലപ്പോഴും നീ വഴിതെറ്റിയതുപോലെ, ഒറ്റപ്പെട്ടതുപോലെ നിനക്ക് തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ ഉറപ്പുതരുന്നു, നിന്നോടുള്ള എന്റെ സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നീ എത്ര അകന്നുപോയാലും ഞാൻ നിന്നെ പൂർണ്ണമായും എന്നേക്കുമായി സ്നേഹിക്കുന്നു. നീ എന്റെ അടുത്തേക്ക് തിരികെ വരുന്നതും കാത്ത് ഞാനിവിടെയുണ്ട്. ഓർക്കുക, എന്റെ ക്ഷമയ്ക്ക് അതിരുകളില്ല. എന്റെ സ്നേഹത്തിൽ നീ അന്വേഷിക്കുന്ന സന്തോഷവും സമാധാനവും നീ കണ്ടെത്തും. എന്നോട് കൂടുതൽ അടുക്കുക. എന്റെ വാക്കുകൾ ധ്യാനിക്കുക. നിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ ആവശ്യമായ ആശ്വാസവും അറിവും അതിലുണ്ട്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരവും പരിഹാരവും എന്നിലുണ്ട്. എന്നിൽ വിശ്വസിക്കുക. എന്റെ കാരുണ്യം ഏത് കഷ്ടപ്പാടിനേക്കാളും ശക്തമാണ്. ഏത് പ്രതിസന്ധിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. ഓർക്കുക, നിന്നോടുള്ള എന്റെ സ്നേഹം നിന്റെ പ്രവർത്തികളെയോ നേട്ടങ്ങളെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. എന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നുവരൂ. നിന്റെ ഹൃദയത്തിലെ മുറിവുകൾ ഉണക്കാൻ എന്നെ അനുവദിക്കൂ. നിന്റെ എല്ലാ ഭാരങ്ങളും ഉത്കണ്ഠകളും എന്റെ അടുക്കൽ കൊണ്ടുവരിക. ഞാനത് ചുമന്നുകൊള്ളാം. ഏതു വേദനയെയും ശക്തിയാക്കി മാറ്റാനും ഏത് സങ്കടത്തെയും പ്രതീക്ഷയാക്കി മാറ്റാനും എന്റെ ശക്തിക്ക് കഴിയും. എന്നിൽ വിശ്വസിക്കാൻ ധൈര്യം കാണിക്കുക. നിന്നെ അമർത്തിയിരിക്കുന്ന നിരാശയിൽ നിന്നും ഇരുളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ധൈര്യം ഞാൻ നിനക്ക് നൽകും. എന്റെ കൈ പിടിക്കുക. എന്റെ സാന്നിധ്യത്തിന്റെ വെളിച്ചം നിന്റെ ഇരുട്ടിനെ മാറ്റിമറിക്കട്ടെ. കൊടുംകാറ്റുകൾ ആഞ്ഞടിക്കുമ്പോഴും എന്നെ അന്വേഷിക്കാൻ മടിക്കരുത്. നിന്റെ ഏകാന്തതയിൽ കൂട്ടായും വേദനയിൽ ആശ്വാസമായും ഞാൻ കൂടെയുണ്ടാകും. ഏതു പരീക്ഷണത്തെക്കാളും വലുതാണ് നിന്നെ ചുറ്റിയിരിക്കുന്ന എന്റെ സ്നേഹം എന്ന് ഒരിക്കലും മറക്കരുത്. എന്നോട് ചേർന്നു നിൽക്കുക. ഞാൻ നിന്റെ സംരക്ഷകനും ഉറപ്പുള്ള പാറയുമാണ്. പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാത്തതായി തോന്നുമ്പോൾ നിന്നെ ഉയർത്താൻ ഞാൻ അവിടെയുണ്ടാകും. ഭയപ്പെടേണ്ട. എന്റെ സ്നേഹം നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ജീവിതത്തെ മാറ്റാൻ അനുവദിക്കുക. എന്റെ വെളിച്ചം നിന്റെ പാതയിൽ പ്രകാശിക്കട്ടെ. നിന്റെ ഹൃദയം സന്തോഷവും പ്രത്യാശയും കൊണ്ട് നിറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിൽ എന്റെ അടുക്കൽ വരുമ്പോൾ സംശയിക്കരുത്. നിന്റെ അപേക്ഷകൾ കേൾക്കാനും മറുപടി നൽകാനും ഞാൻ എപ്പോഴും സന്നദ്ധനാണ്. നിനക്കും മറ്റുള്ളവർക്കും നല്ലതെന്ന് കണ്ട് നീ ചോദിക്കുന്ന എന്തും ഞാൻ നിനക്ക് നൽകും. നിന്നെക്കുറിച്ചുള്ള എന്റെ പദ്ധതികളിൽ വിശ്വസിക്കുക. കാരണം നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാം എന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. നീ വീണുപോവുകയോ ക്ഷീണിതനാവുകയോ ചെയ്താൽ വിഷമിക്കേണ്ട. നിന്റെ തെറ്റുകൾ ക്ഷമിക്കാനും നിനക്ക് ശക്തി നൽകാനും ഞാനിവിടെയുണ്ട്. എന്നിൽ വിശ്വസിക്കുക. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നിന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. നിന്നെ വേദനിപ്പിക്കുന്ന, കുറ്റബോധം തോന്നിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങളും ഞാൻ എടുത്തുമാറ്റുന്നു. കഴിഞ്ഞുപോയതിനെ മറക്കുക.
നിനക്കായി ഞാൻ ഉരുകുരുക്കിയിരിക്കുന്ന ശോഭനമായ ഭാവിയിലേക്ക് നോക്കുക. കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ചോർത്ത് വിഷമിക്കരുത്. നിഷേധാത്മകമായ വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. എന്റെ സ്നേഹത്തിൽ നിന്റെ ആത്മാവിന് എപ്പോഴും ക്ഷമയും വീണ്ടെടുപ്പും ലഭിക്കുമെന്നോർക്കുക. അതുകൊണ്ട് എന്റെ അടുത്തേക്കുള്ള ഈ യാത്ര നിർത്തരുത്. എന്റെ വചനത്തിന് വിരുദ്ധമായ ചിന്തകളോ ആശയങ്ങളോ നിന്നെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. നീ എന്റെ മകനാണ്, എന്റെ മകളാണ്, എന്റെ ഏറ്റവും വിലപ്പെട്ട നിധിയാണ്. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും. ഞാൻ വാഗ്ദാനം ചെയ്ത അത്ഭുതകരമായ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കും. എന്നിൽ വിശ്വാസമർപ്പിക്കുക. എന്റെ സ്നേഹം നിന്നെ മാറ്റുന്നതും നിനക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലുമപ്പുറം ശക്തി നൽകുന്നതും നീ കാണും. എനിക്ക് നിന്നെക്കുറിച്ച് വലിയ കരുതലുണ്ട്. നീ നേരിടുന്ന കഠിനമായ സമയങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ജീവിതം അപ്രതീക്ഷിതമായി വെല്ലുവിളികൾ നിന്റെ നേരെ എറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓർക്കുക, മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല. വിശ്വാസത്തിന്റെ പാതയിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടാൻ എളുപ്പമാണ്. എന്നാൽ ഏതു പ്രശ്നത്തെക്കാളും വലിയവനാണ് ഞാൻ എന്നോർക്കുക. എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്, ഒരു ഉത്തരമുണ്ട്. അതുകൊണ്ട് എന്റെ കുഞ്ഞെ, തളരരുത്, തോറ്റുകൊടുക്കരുത്. ഏത് തടസ്സത്തെയും നേരിടാനുള്ള ശക്തിയും ധൈര്യവും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. എല്ലാം കൈവിട്ടുപോയി എന്ന് തോന്നുമ്പോൾ നിന്റെ കൈപിടിച്ച് വിജയത്തിലേക്ക് നയിക്കാൻ ഞാനിവിടെയുണ്ട്. എത്ര കഠിനമായാലും പ്രതീക്ഷ കൈവിടരുത്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. എന്റെ ശക്തി നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് നീ കാണും. സാഹചര്യങ്ങൾ വിചാരിച്ചതുപോലെ വന്നില്ലെങ്കിലും നിനക്കുവേണ്ടി എനിക്കൊരു ഉദ്ദേശ്യമുണ്ടെന്നും അത് നിറവേറ്റാൻ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും സംശയിക്കരുത്. സാഹചര്യങ്ങൾ നിന്നെ തളർത്താൻ അനുവദിക്കരുത്. നിനക്ക് നീ കരുതുന്നതിലും വലിയ ശക്തിയുണ്ട്. അതിജീവിക്കാൻ വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. കീഴടങ്ങരുത്. നിന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. നീ തുടങ്ങിയത് പാതിവഴിയിൽ ഉപേക്ഷിക്കരുത്. നിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ നിന്നെ സഹായിക്കാൻ ഞാൻ കൂടെയുണ്ട്. വിശ്വസിക്കുക. എന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നീ കാണും. വഴി എത്ര ഇരുണ്ടതാണെങ്കിലും ഞാൻ നിന്റെ അരികിൽ നിന്ന് മാറില്ല. എന്നെ ഉപേക്ഷിക്കാൻ തക്കവണ്ണം ഒന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ല. അതിലുപരിയായി എന്റെ സ്നേഹം നിർത്താൻ ഒന്നിനും കഴിയില്ല. നീ ഈ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല. നിന്നെ സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ഞാൻ നിന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും നിനക്ക് തന്നിരിക്കുന്നു. മുഴുവൻ ഹൃദയത്തോടെയും എന്നിൽ വിശ്വസിക്കുക. ഭയമോ സംശയമോ നിന്നെ തടയാൻ അനുവദിക്കരുത്. തലയുയർത്തിപ്പിടിച്ച് ധീരമായി മുൻപോട്ടു പോവുക. വെല്ലുവിളികൾ വരുമ്പോൾ ഓർക്കുക, ഈ ജീവിതത്തിൽ ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. ബുദ്ധിമുട്ടുകളെ ഭയപ്പെടേണ്ട. കാരണം നീ ഇതിനകം വിജയിച്ചു കഴിഞ്ഞു. നീ സ്വപ്നം കാണുന്നതെന്തും നേടാനുള്ള ശക്തിയും നിശ്ചയദാർഢ്യവും ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. നിനക്ക് വഴിതെറ്റിയതായി തോന്നുമ്പോൾ നീ എന്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നീ നടക്കുന്നത് ഒറ്റയ്ക്കല്ല. എന്റെ സ്നേഹവും ശക്തിയും ഓരോ ചുവടിലും നിന്റെ കൂടെയുണ്ട്. വിജയം നിന്റെ വിധിയാണ്. ധൈര്യത്തോടെ തുടരുക. നിന്റെ ഭാവി അവസരങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ശക്തിയിൽ വിശ്വസിക്കുക. അത് അപ്രതീക്ഷിതമായ വഴികളിലൂടെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നിന്റെ ഭാവി സന്തോഷവും ലക്ഷ്യവും വലിയ വാഗ്ദാനങ്ങളും നിറഞ്ഞതാണ്. നിനക്ക് എന്താണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിന്റെ ഉത്കണ്ഠകളും സംശയങ്ങളും ഭയങ്ങളും ഞാൻ ഏറ്റെടുക്കാം. ഞാൻ നിന്റെ ദൈവമാണ്. സ്വർഗസ്ഥനായ പിതാവാണ്. നിന്നെ സൃഷ്ടിച്ചവനും നിനക്ക് ജീവൻ നൽകിയവനും ഞാനാണ്. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ തിരഞ്ഞെടുത്തു. നീ എന്റേതാണെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഒരു കാരണത്താലാണ്. അതിനാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. സന്തോഷകരമായ ജീവിതം ആസ്വദിക്കാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയും ഞാൻ കാണിച്ചു തരുന്ന പാതയിലൂടെ നടക്കുകയും വേണം. അത് ചിലപ്പോൾ കഠിനമായിരിക്കാം. പക്ഷെ അതാണ് ഏറ്റവും നല്ല വഴി. കാരണം ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. എന്റെ ഉപദേശങ്ങൾ അവഗണിക്കരുത്. അവ സന്തോഷത്തിലേക്കും അനുഗ്രഹത്തിലേക്കുമുള്ള താക്കോലാണ്. എന്റെ ഉപദേശം കേൾക്കുക. സമാധാനത്തിലും സ്നേഹത്തിലും ഐശ്വര്യത്തിലും നീ ജീവിക്കും. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടെന്ന് ഓർക്കുക. നിന്നെ ഉപേക്ഷിക്കാനോ നീ കഷ്ടപ്പെടുന്നത് കാണാനോ അല്ല ഞാൻ നിന്നെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. എന്റെ കൈ മുറുകെ പിടിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറപ്പോടെ നടക്കുക. നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ എല്ലാ ഭാരങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനത് ഇല്ലാതാക്കും. ഞാൻ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും നിന്റെ ഭയത്തെ അകറ്റുകയും ചെയ്യും. തെറ്റായ വഴികളിൽ നിന്ന് മാറി നടക്കുക. യേശുവിൽ വേരൂന്നി വിശ്വാസത്തിൽ ശക്തമായി നിൽക്കുക. അലറുന്ന സിംഹത്തെപ്പോലെ നടക്കുന്ന തിന്മയ്ക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തളരരുത്.
നിന്നെക്കുറിച്ച് എനിക്ക് അത്ഭുതകരമായ പദ്ധതികളുണ്ട്. യഥാർത്ഥ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും എന്റെ വചനം നിന്നെ നയിക്കട്ടെ. സമാധാനമുള്ള സ്ഥലങ്ങളിലേക്ക് അത് നിന്നെ കൊണ്ടുപോകും. നീ അഭിമാനിക്കുന്ന രീതിയിൽ ജീവിക്കുക. മറ്റുള്ളവർക്ക് മാതൃകയാവുക. നല്ല സമയത്തും മോശം സമയത്തും ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഓർക്കുക. ഓരോ വെല്ലുവിളിയും കൂടുതൽ ശക്തനാകാനുള്ള അവസരമാണ്. നിന്റെ ഓരോ ചുവടും നിന്റെ സ്വപ്നങ്ങളിലേക്കുള്ള അടിത്തറയാണ്. ഞാൻ നിന്റെ അപ്പനാണ്. നിന്നെ താങ്ങാനും സംരക്ഷിക്കാനും ഞാൻ എപ്പോഴുമുണ്ടാകും. എന്റെ വാഗ്ദാനങ്ങൾ പൂക്കുന്ന ഒരിടത്തേക്ക് ഞാൻ നിന്നെ നയിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ഞാൻ പറയുന്നത് കേൾക്കുക, അത് സംഭവിക്കും. എന്റെ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തെ സമ്പന്നമാക്കുന്നത് ആർക്കും തടയാനാവില്ല. സ്നേഹവും വിജയവും സന്തോഷവും നിറഞ്ഞ ഒരു ഭാവിയിലേക്ക് ഞാൻ നിന്നെ നയിക്കും. എന്റെ സംരക്ഷണത്തിൽ സമാധാനം കണ്ടെത്തുക. ഞാൻ നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഭയപ്പെടേണ്ട. ഓരോ രാവിലെയും നീ ഉണരുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. ദിവസത്തിന്റെ തുടക്കത്തിൽ എന്റെ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ യാത്ര ആസൂത്രണം ചെയ്യുകയാണെന്ന് അറിയുക. നീ ചോദിക്കുന്ന അനുഗ്രഹങ്ങൾ നിന്റെ വഴിയിലാണ്. എല്ലാം പുതുക്കപ്പെടുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കുന്നു. മറ്റുള്ളവർ അസൂയയോടെ സംസാരിച്ചേക്കാം, എന്നാൽ അവരെ കാര്യമാക്കേണ്ട. എന്റെ കണ്ണിൽ നീ അത്ഭുതകരമായ സൃഷ്ടിയാണ്. സത്യസന്ധമായ ഹൃദയമുള്ളവനാണ് നീ. എന്റെ വാക്കുകൾ മുറുകെ പിടിക്കുക. ഇനിയാണ് നിന്റെ സമയം. പഴയ പോരാട്ടങ്ങളെ പിന്നിലാക്കി വിജയങ്ങൾ നിറഞ്ഞ പുതിയ അധ്യായത്തിലേക്ക് കാലെടുത്തുവെക്കുക. നിന്റെ കഥ ഞാൻ തിരുത്തിയെഴുതുന്ന സമയമാണിത്. നിന്റെ ഹൃദയത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ എന്റെ സമാധാനം ഞാൻ നൽകുന്നു. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ കരകയറ്റാൻ എനിക്ക് മാത്രമേ കഴിയൂ. ഹൃദയം എനിക്കായി തുറന്നുതരിക. കാര്യങ്ങൾ അത്ഭുതകരമായി മാറുന്നത് നീ കാണും. എല്ലാറ്റിലും ഉപരിയായി എന്നെ സ്നേഹിക്കുക. ഇന്ന് എന്നോട് ചേർന്നു നിൽക്കൂ. നിന്റെ ഹൃദയത്തിലെ ശൂന്യത ഞാൻ മാറ്റും. നിന്നെ വേദനിപ്പിച്ചവർ പശ്ചാത്താപത്തോടെ നിന്റെ അടുക്കൽ വരും. അടഞ്ഞ വാതിലുകൾ നിനക്കായി തുറക്കപ്പെടും. നിന്നെ തള്ളിപ്പറഞ്ഞവർ നിന്നെ ബഹുമാനത്തോടെ നോക്കും. ആത്മാർത്ഥമായ സുഹൃത്തുക്കളെ ഞാൻ നിനക്ക് നൽകും. എന്റെ വാക്കുകളിൽ വിശ്വസിക്കുക. അവയ്ക്ക് നിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ ശക്തിയുണ്ട്. ഓരോ രാവിലെയും എന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തെ ഉണർത്തട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തിലും സംരക്ഷണത്തിലുമാണ് നീ ജീവിക്കുന്നത് എന്ന ഉറപ്പോടെ ജീവിക്കുക. സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്താൽ നീ എപ്പോഴും സുരക്ഷിതനാണ്. നീ എപ്പോഴും ആഴമായി സ്നേഹിക്കപ്പെടുന്നു. ആമേൻ.